തിരുസഭ 68. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം ബാറൂക്കിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 18-19 തിരുലിഖിതങ്ങളാണ്. പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവർ എവിടെ? അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിപതിച്ചു. അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ധനമോഹത്തെക്കുറിച്ചാണ് ഇന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുക. ഇന്ന് മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ധനികനാകുന്നതിന് വേണ്ടി, സമ്പത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, തീർച്ചയായും പണം ജീവിതത്തിന് ആവശ്യമാണ്. എന്നാൽ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ കൂടുതൽ സമ്പത്തിൽ ആശ്രയിക്കുന്നത് മനുഷ്യന് അപകടകരമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സമയവും ദൈവത്തിന് കൊടുക്കേണ്ട സാഹചര്യവും കഴിവുമെല്ലാം പണം നേടുന്നതിന് വേണ്ടി ഓടി നടക്കുന്നത് മനുഷ്യൻ ഓട്ടക്കലത്തിൽ വെള്ളമൊഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുവാൻ സാധ്യതയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുക, പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിപതിച്ചു. അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലുപരിയായി പണം സമ്പാദിക്കുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതത്തിൽ സമ്പത്തിൽ സുരക്ഷിതത്വം കാണുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്രമീകരിക്കുന്നുണ്ടോ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഉദാഹരണം ഇപ്രകാരമാണ്: ഞായറാഴ്ച ദിവസങ്ങളിൽ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ട ദിവസങ്ങളിൽ ദൈവാരാധനയ്ക്കുപരിയായി ദൈവത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങൾ പണത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ഓടി നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ പണം ഉണ്ടാക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വേദനിപ്പിച്ചുകൊണ്ട്, അല്ല അന്യായ പലിശ വാങ്ങിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി കടം കൊടുത്ത് ഒക്കെ അന്യായമായ കൂടുതൽ പണം നേടാനായിട്ട് പരിശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾക്ക് എതിരാണ്, തടസ്സമാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ചില വ്യക്തിബന്ധങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ചില വ്യക്തികൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ്. ഈ വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ എനിക്കെന്ത് നേട്ടം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ എനിക്ക് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ, എനിക്കെന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പണത്തിൻ്റെ സമ്പത്തിൻ്റെ മേഖലയിലോ എൻ്റെ കൂട്ടുകെട്ടിൻ്റെ മേഖലയിലോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എനിക്ക് ഈ വ്യക്തിയുമായൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ? ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലൂടെ നമ്മുടെ സുഹൃബന്ധങ്ങളെ പോലും അളക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു മേഖലയിൽ പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: നമുക്കുള്ള സമ്പത്ത്, ദൈവം നമുക്ക് ദാനമായി നൽകിയ സമ്പത്ത്, അത് നമ്മൾക്ക് മാത്രമുള്ളതല്ല എന്നും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതാണെന്നും, അന്യായമായി സമ്പത്തിൽ ആശ്രയിച്ച് സമ്പത്തിൽ സുരക്ഷിതം കണ്ടെത്താൻ പാടില്ല എന്നും, ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ആ ഒരു ത്യാഗമനോഭാവത്തോടു കൂടി എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവം നടത്തിത്തരുമെന്ന ചിന്തയോടുകൂടി പണം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, പാവപ്പെട്ടവരെ അനാഥരെ സഹായിക്കാൻ ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള വിളി ദൈവം നമുക്ക് നൽകുക. അതുകൊണ്ട് സഹോദരങ്ങളെ,
നമ്മുടെ പണവും സമ്പത്തും പണത്തിൻ്റെ സ്രോതസ്സും ഒക്കെ കർത്താവിനെ സമർപ്പിക്കുമ്പോൾ തക്കതായ സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് ക്രമീകരിക്കും. ഇന്ന് UK-യിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പലരും ഈസി മണിയുടെ പുറകെ പോകാറുണ്ട്. ഇതുപോലെ ലോട്ടറിയുടെ പുറകെ, ഗ്യാമ്പിളിങ്ങിൻ്റെ പുറകെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പലിശയ്ക്ക് പണം കൊടുത്ത് ഒക്കെ നേടുന്നതിന് പുറകെ, ചിലപ്പോൾ വിശുദ്ധ കുർബാന ഒക്കെ മാറ്റിവെച്ച്, പ്രാർത്ഥനകളൊക്കെ മാറ്റിവെച്ച്, പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടായിട്ടും അതൊക്കെ പല രീതിയിൽ പണത്തിന് വേണ്ടി ജോലിക്കിടെ പുറകേക്ക് ഓടിപ്പോകുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ദൈവാനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളോട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ ദൈവത്തിൽ കഴിഞ്ഞുപരിയായി പണത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിബന്ധിച്ചുവെന്ന് വചനം നമ്മെ ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ മറ്റുള്ളവരുമായി പങ്കുവെച്ചും എൻ്റെ കുടുംബത്തിൽ ആർത്തിയില്ലാതെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ദിവസങ്ങളിലോ കടമുള്ള ദിവസങ്ങളിലോ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങൾ, ദൈവത്തോട് ചേർന്നിരിക്കേണ്ട സമയങ്ങൾ ഒരിക്കലും പണം നേടുവന്നതിന് വേണ്ടി ഓടി നടക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സമ്പത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട കഴിവ് ദൈവത്തിന് പൂർണ്ണമായി കൊടുത്തുകൊണ്ട്, പൂർണ്ണമായ ദൈവാശ്രയത്വത്തോടു കൂടി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സമർപ്പിച്ച്, ദൈവം നൽകുമ്പോൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി പൂർണ്ണ ദൈവാശ്രയ ബോധത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.